മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ സൈബർ പോരിൽ ഡിജിപിക്ക് പരാതി നൽകി കെപിസിസി ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ വിമല ബിനു. മുഖ്യമന്ത്രി കസേര തർക്കത്തിൽ തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നുവെന്നും വിമല പരാതിയിൽ പറയുന്നു. പ്രചാരണം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. എറണാകുളത്തെ വി.ഡി. സതീശൻ ഗ്രൂപ്പിലെ പ്രധാനിയാണ് വിമല. കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ സൈബർ ആക്രമണത്തിന് വിമല ആഹ്വാനം ചെയ്തെന്ന തരത്തിൽ ചില സ്ക്രീൻഷോട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകളായിരുന്നു പുറത്തുവന്നത്. വിമല ബിനുവായിരുന്നു ഇതിന്റെ അഡ്മിൻ. ഇതിനെതിരെയാണ് ഇപ്പോൾ വിമല പരാതി നൽകിയിരിക്കുന്നത്. കണ്ണൂർ സിംഹം എന്നല്ല, ഏത് കോണത്തിലെ സിംഹം അലറിയാലും രാവും പകലും കഷ്ടപ്പെടുന്നവന്റെ ഒപ്പം എന്ന ക്യാപ്ഷനോടുകൂടി വി.ഡി. സതീശന്റെ പടം വിമല ബിനു ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. റോജി എം ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അധിക്ഷേപത്തിനും ഈ ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലിയുള്ള സൈബർ പോര് അവസാനമില്ലാതെ തുടരുകയാണ് സംസ്ഥാന കോൺഗ്രസിൽ. പ്രധാന നേതാക്കൾ കാര്യമായ പ്രതികരണം നടത്തുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ കെ.സി. വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയുടെയും അനുയായികൾ ചേരിതിരിഞ്ഞ് രൂക്ഷമായി ഏറ്റുമുട്ടുകയാണ്. ഇതിനിടെ ജയിച്ച് MLA ആകാൻ സാധ്യതയുള്ളവരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കം 3 നേതാക്കളുടെയും വിശ്വസ്തർ അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളെ അധിക്ഷേപിച്ചുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് പുറത്തുവന്നതോടെ ഡിജിറ്റൽ മീഡിയ സെൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഇതോടെ കെപിസിസി ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയൊഴിയാൻ ഹൈബി ഈഡൻ MP സന്നദ്ധത അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സ്ഥാനമൊഴിയുന്നുവെന്നാണ് കെപിസിസി പ്രസിഡന്റിന് നൽകിയ കത്തിൽ ഹൈബി ഈഡൻ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചർച്ചയിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗമായുള്ളവർ ചേരിപ്പോരിലാണ്.